കുട്ടികൾക്ക് മുതിർന്നവരെക്കാളുള്ള സവിശേഷതകളിലൊന്ന് അവർക്ക് ജീവിതത്തോടും മനുഷ്യരോടും വലിയ പ്രത്യാശയുണ്ടായിരിക്കും എന്നുള്ളതാണ്. അത് ചെറിയ കാര്യമല്ല. പ്രത്യാശയുള്ളതുകൊണ്ടാണ് നമ്മൾ മുതിർന്നവരാവുകയും അവർ കുഞ്ഞുങ്ങളാവുകയും ചെയ്യുന്നത് എന്നെനിക്ക് തോന്നാറുണ്ട്. ഞാൻ വെറുതെ ചെക്കോവിനെ വായിക്കുമ്പോൾ ചെക്കോവിൻ്റെ ഏറ്റവും ചെറിയ കഥകളിലൊന്ന് വാൻഗ എന്ന് പറയുന്ന കഥയാണ്. ഒരു 9 വയസ്സുകാരൻ ഒരൊറ്റ രാത്രി എഴുതുന്ന ഒരു ഡയറി അല്ലെങ്കിൽ ഒരു കത്താണ് ആ കഥയുടെ സാരം. ഒന്നുമില്ല, മോസ്കോ നഗരത്തിലെ ഒരു ഡിസംബർ 25 തലേന്ന് ലോകം മുഴുവൻ സന്തുഷ്ടിയോടെ സമാധാനത്തോടെ ഉറങ്ങുമ്പോൾ തണുത്തു മരവിച്ച ശരീരത്തോടെ വാൻഗ അവൻ്റെ മുത്തച്ഛന് ഒരു കത്തെഴുതുകയാണ്. അവൻ മോസ്കോയിലെ ഒരു ഷൂ മേക്കറുടെ കീഴിൽ പണിക്ക് നിൽക്കുന്ന പയ്യനാണ്. 9 വയസ്സേ ഉള്ളൂ. ഗ്രാമത്തിൽ നിന്ന് മുത്തച്ഛനാണ് അവനെ കൊണ്ടാക്കിയത്. ആ മുത്തച്ഛന് അവൻ എഴുതുന്ന കത്താണ് വാൻഗ എന്ന കഥയുടെ സാരം. കത്തിൽ അവൻ എഴുതുന്ന വരികൾ ഇങ്ങനെയാണ്: മുത്തച്ഛ, എനിക്ക് ഈ ജീവിതം മടുത്തു. ഈ നഗരത്തിലെ ഈ ഷൂമേക്കറുടെ കീഴിലുള്ള പീഡനങ്ങൾ എനിക്ക് മടുത്തു. ദാരിദ്ര്യം മടുത്തു. പട്ടിണി മടുത്തു. സ്നേഹമില്ലായ്മ മടുത്തു. ഓരോ ദിവസവും ഈ ഷൂമേക്കറും ഭാര്യയും തന്നെ തല്ലുന്നതിനെപ്പറ്റി, താൻ നിരന്തരം പീഡിപ്പിക്കപ്പെടുന്നതിനെപ്പറ്റി, താൻ അനുഭവിക്കുന്ന ഹൃദയവേദനയെപ്പറ്റി അവൻ മുത്തച്ഛൻ എഴുതും. അവനറിയാം അവൻ്റെ അച്ഛനും അമ്മയും മരിച്ചുപോയതാണെന്നും അവനൊരു ഓർഫനാണെന്നും അവന് നഗരത്തിൽ നിന്ന് വലിയ ദൂരെയുള്ളൊരു ഗ്രാമത്തിൽ ഒരു കാവൽക്കാരൻ്റെ ജോലി ചെയ്യുന്ന മുത്തച്ഛൻ മാത്രമേ ഉള്ളൂ എന്നും അവനറിയാം. അവൻ എഴുതുന്ന വരികൾ ഇങ്ങനെയാണ്: മുത്തച്ഛ, എത്ര ദൂരെയാണെങ്കിലും ഈ കത്ത് കിട്ടിയാൽ ഉടനെ എന്നെ തിരക്കി വരണം. എനിക്ക് മുത്തച്ഛനല്ലാതെ ആരുമില്ല. ദൂരെ ആണ് ഗ്രാമം എന്നതുകൊണ്ട് എനിക്ക് അവിടേക്ക് ഒറ്റയ്ക്ക് വരാനാവില്ല. ഞാനൊരു 9 വയസ്സുകാരനല്ലേ എന്ന് പറഞ്ഞിട്ട് വാൻഗ പറയുന്നു, മുത്തച്ഛൻ എന്നെ കൊണ്ടുപോവുകയാണെങ്കിൽ ഈ വേദനകളിൽ നിന്ന്, പട്ടിണിയിൽ നിന്ന്, അപമാനങ്ങളിൽ നിന്ന്, പീഡനങ്ങളിൽ നിന്ന്, മുറിവുകളിൽ നിന്ന് മുത്തച്ഛൻ എന്നെ വന്ന് കൊണ്ടുപോവുകയാണെങ്കിൽ ഉറപ്പായും മുത്തച്ഛൻ മരിക്കുന്നതുവരെ ഞാൻ മുത്തച്ഛന് വേണ്ടി ജോലി ചെയ്യാം. മുത്തച്ഛനെ നന്നായി നോക്കാം. ഇനി മുത്തച്ഛൻ മരിച്ചു പോവുകയാണെങ്കിലോ? ഒരു കുഞ്ഞിൻ്റെ നൈർമല്യത്തോടെ അവൻ പറയുന്നു, മുത്തച്ഛൻ മരിച്ചു പോവുകയാണെങ്കിൽ മുത്തച്ഛൻ്റെ ആത്മാവിന് നിത്യശാന്തി നേർന്നുകൊണ്ട് എല്ലാ വൈകുന്നേരങ്ങളിലും ഞാൻ പ്രാർത്ഥിക്കാം. എൻ്റെ പൊന്നു മുത്തച്ഛ, എന്നെ വന്ന് കൊണ്ടുപോണേ എന്ന് പറഞ്ഞിട്ട് ആ രാത്രി അവൻ ആ പേപ്പർ അടച്ചു വെച്ചൊരു തപാൽ കവറിൽ ആ പേപ്പറിട്ട് ആരും കാണാതെ ഇരുട്ടത്ത് അവൻ തപാലാപ്പീസിൻ്റെ മുന്നിലുള്ള പെട്ടിയിൽ അതിടും മുമ്പ് അവൻ ഓർക്കുകയാണ്, ഇതിന് വിലാസം എഴുതണമല്ലോ, കത്തിന് വിലാസം എഴുതണമല്ലോ. അപ്പോൾ അവൻ അവൻ്റെ പേര് വെക്കുന്നു. ശേഷം ടു എന്ന് എഴുതിയ ശേഷം അവൻ ചെറിയ അക്ഷരത്തിൽ, ഒരു 9 വയസ്സുകാരന് മാത്രം എഴുതാൻ കഴിയുന്ന അക്ഷരത്തിൽ അവൻ എഴുതുന്നു, ഗ്രാമത്തിലെ എൻ്റെ പ്രിയപ്പെട്ട മുത്തച്ഛന്, ഗ്രാമത്തിലെ എൻ്റെ പ്രിയപ്പെട്ട മുത്തച്ഛന് എന്നെഴുതിയിട്ട് ഒരു സ്റ്റാമ്പ് പോലും ഒട്ടിക്കാതെ ആ പേപ്പർ, ആ കത്ത്, അവൻ്റെ പ്രാർത്ഥന അവൻ പോസ്റ്റ് ഓഫീസിന് മുന്നിലെ പോസ്റ്റ് ബോക്സിലിട്ടിട്ട് തിരിച്ച് വീട്ടിലേക്ക് നടക്കുകയാണ്. വീട്ടിൽ വന്ന് കഥാകൃത്ത് പറയുന്നു, ചെക്കോവ് പറയുന്നു, ജീവിതത്തിൽ ആദ്യമായി പ്രശാന്തിയോടെ വിശ്രാന്തിയോടെ ആ കുഞ്ഞ് ആ രാത്രി ഉറങ്ങി. മുത്തശ്ശൻ വരുന്നത് ആഗ്രഹിച്ചുകൊണ്ട് ആലോചിച്ചുകൊണ്ട് അവൻ കിടന്നുറങ്ങി. ഒരു തപാലൊട്ടിക്കാത്ത, ഗ്രാമത്തിലെ മുത്തച്ഛന് എന്ന് മാത്രം എഴുതിയ, പിൻ നമ്പറില്ലാത്ത, ജില്ലയില്ലാത്ത, പഞ്ചായത്തില്ലാത്ത ഒരു കത്ത് ഒരു മുത്തച്ഛനെയും തേടിയെത്തില്ല എന്ന് നമുക്കറിയാം. മുത്തച്ഛൻ ഒരിക്കലും അവനെ വന്ന് കൊണ്ടുപോകില്ല എന്ന് നമുക്കറിയാം. എങ്കിലും കുഞ്ഞുങ്ങൾക്ക് പ്രശാന്തിയോടെ ഉറങ്ങാൻ, വിശ്രാന്തിയോടെ സ്വപ്നം കാണാൻ, വേദനയിൽ നിന്ന് വിമോചനം നേടാൻ ചിലപ്പോൾ ചില പൊടിക്കൈകൾ പോലെ ചില ആശകൾ, ചില പ്രതീക്ഷകൾ ആവശ്യമാണ്. മനുഷ്യർ ആത്മഹത്യ ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? മനുഷ്യർ ആത്മഹത്യ ചെയ്യുന്നത് അവർക്ക് പ്രതീക്ഷിക്കാനൊന്നുമില്ലാത്തത് കൊണ്ടാണ്. അതുകൊണ്ടാണ് ഇടപ്പള്ളി ആത്മഹത്യാക്കുറിപ്പിൽ എഴുതിയത്, മനുഷ്യർക്ക് ജീവിക്കാൻ 3 കാര്യങ്ങൾ വേണം. സ്നേഹിക്കാൻ ആരെങ്കിലും ഉണ്ടാവുക, ചെയ്തു തീർക്കാൻ, പ്രവർത്തിക്കാൻ എന്തെങ്കിലും ഉണ്ടാവുക, 3 പ്രതീക്ഷിക്കാൻ എന്തെങ്കിലും ഉണ്ടാവുക. ഇതിൽ രണ്ടും ഇല്ലെങ്കിലും മനുഷ്യർക്ക് പ്രതീക്ഷിക്കാൻ എന്തെങ്കിലും ഉണ്ടാകണം എന്നുള്ളത് പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് പ്രതീക്ഷിക്കാൻ എന്തെങ്കിലും സൂക്ഷിച്ചു വെക്കുക എന്നുള്ളതാണ് ഞാൻ എൻ്റെ ജീവിതത്തോട് എപ്പോഴും പറയുന്ന കാര്യം.